ഹലോ ഗൈസ്, കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ലീനമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. സർപ്രൈസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അഞ്ച് ഓൾറെഡി ഇവിടെ വീട്ടിലുണ്ട് വെക്കേഷനായിട്ട്. അപ്പം അമ്മയ്ക്ക് അറിയാം ഞാൻ വന്നിട്ടുള്ളത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ അഞ്ജുനെയോ ഏട്ടനെയോ എൻ്റെ ചേച്ചിമാരെ വിളിച്ച കാര്യമൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഏട്ടനോട് കാലത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്കിരി വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന്. അപ്പം അമ്മ ചോദിച്ചു, മോളെ കക്കിരി വാങ്ങിച്ചിട്ടുണ്ടെന്നത് ഓക്കെ, പക്ഷെ എന്തിനാ ഇത്ര അധികം? നമ്മൾ ഇത്ര പേരല്ലേ ഉള്ളൂ, ഞാനും നീനികിലല്ലേ ഉള്ളൂ, വേറെ ആര് വരാനാന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം വാങ്ങിച്ചാൽ നമുക്കിവിടെ അയൽവക്കത്ത് എങ്ങാനും കൊടുക്കാം. അപ്പം അമ്മ ചോദിച്ചു, ശരി അപ്പം എന്തിന് ഇത്രയധികം ജ്യൂസുകൾ ഉണ്ടാക്കി വെക്കണമെന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചേട്ടനും അഞ്ചും പോകുമ്പോൾ കയറിയിട്ട് പോരും, ബീച്ച് ബസ്സിൽ നമ്മൾ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. കാരണം അമ്മയ്ക്ക് അറിയാം കേക്കൊക്കെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, സംഭവം അമ്മയ്ക്ക് അറിയാം. പിന്നെ അമ്മയ്ക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ 12 മണിക്ക് ഇടമുട്ട് എത്തണം, കടയിൽ ക്ഷണിച്ചിരിക്കുന്ന കല്യാണമാണ്. അപ്പം അമ്മ അതിന് പോകാൻ വേണ്ടിയിട്ട് സെറ്റാവാൻ നിൽക്കുകയാണ്. പിള്ളേരൊക്കെ കുളിപ്പിച്ചു. അപ്പോൾ എന്നോട് ഇതേ ഫുഡൊക്കെ അടിക്കാൻ പറഞ്ഞു, വേഗം കുളിച്ചിരിക്കാൻ പറഞ്ഞു, ഞായറാഴ്ച ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വരൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തറോണ്ടിരിക്കുക കേട്ടോ. പുറത്താണെങ്കിൽ രണ്ടുപേർക്കും നല്ല ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മ പറയുന്നത് എന്ത് രസം ഇപ്പം എൻ്റെ മക്കളെ കാണാനായിട്ട്, ഇപ്പം ശരിക്കും ഇരട്ട കുട്ടികളൊക്കെ ആയതുകൊണ്ട് മുത്തിയമ്മാമനായിട്ട് സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കക്കരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അമ്മാവോട് ചോദിച്ചോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആർക്കായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സർപ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പം നമ്മുടെ അമ്മമാരെ കാര്യം പറയണ്ടല്ലോ, അവിടെ സീതമ്മരെ ആയാലും അച്ഛൻ്റെ ആയാലും ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഇതേപോലെ സർപ്രൈസ് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളൊരു രസം അല്ലേ, നമ്മുടെ അമ്മമാർക്കായാലും നമുക്കായാലും ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ കുറച്ച് നിമിഷങ്ങളൊക്കെ കൊടുക്കാതെ എന്നൊക്കെ പറയുമ്പോൾ അത് രസമാണ്. അത് നമ്മൾക്കാരുടെ ആയാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പം നിഖിൽ ചേട്ടൻ്റെ അമ്മേനെ കൊണ്ടാക്കാൻ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അഗാരോ റോയൽ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ ആണ്. ഒരു അടിപൊളി ക്യൂട്ട് ബോക്സിലാണ് ഇത് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഓൺ ഓഫ് സ്വിച്ചും അതുപോലെ തന്നെ ചാർജിംഗ് ഇൻഡിക്കേറ്ററും അതിന് തൊട്ട് താഴെ സി ടൈപ്പ് ചാർജിംഗ് പോയിന്റ് ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് ആണ്. ഈ കാണുന്നത് സ്മോൾ ബ്രസിൽ ബ്രഷ് ആണോ. സെക്കൻഡ് വൺ ആയിട്ട് വരുന്നതാണ് ലാർജ് ബ്രസിൽ ബ്രഷ്. അതുപോലെ തന്നെ പോയിന്റഡ് ബ്രസിൽ ബ്രഷും വരുന്നുണ്ട്. ഈ വാൽക്രോ ഹെഡ് ഉപയോഗിച്ചാണ് ഫൈബർ സ്പോഞ്ച് ബ്രഷ്, വോൾ ക്ലോത്ത് ബ്രഷ്, സ്പോഞ്ച് ബ്രസിൽ ബ്രഷ്, പിന്നെ ക്ലോത്ത് ബ്രഷ് ഒക്കെ മെയിൻ യൂണിറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു സി ടൈപ്പ് ചാർജിങ് കേബിളും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. സ്റ്റിക്ക് ഹാങ്ങർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സർഫസിൽ തൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. 2500 mAh ബാറ്ററി അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചാർജ് നിൽക്കൂട്ടോ. ഒരു 3 to 4 hours ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 90 മിനിറ്റോളം കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഷൻ ട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈറ്റിന്റെ ഒരു പ്രശ്നം പേടിക്കണ്ട. ഇതുപോലെ ടൈറ്റ് ചെയ്ത് 2 എക്സ്റ്റൻഷൻ ട്യൂബുകൾ നമുക്ക് കണക്ട് ആക്കാവുന്നതാണ്. പവർ ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് ഇതിന്റെ 2 സ്പീഡ് ഓപ്ഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. 300 RPM 400 RPM രണ്ടും വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് സ്മോൾ ബ്രസിൽ ബ്രഷ് വെച്ചുകൊണ്ടാണ് കേട്ടോ. കുറച്ച് വെള്ളത്തിന്റെ അംശം ബാക്കി വന്നതിന്റെ പേരിൽ അവിടെ ക്ലോത്ത് ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ആക്കുന്നുണ്ട്. സംഭവം അടിപൊളിയായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. നമുക്ക് കയ്യെത്താത്ത കോർണറുകൾ പൈപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റഡ് ബ്രസിൽ ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ കാണുന്ന പൈപ്പിന്റെ താഴ്വശം തന്നെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ ബ്രഷ് ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്മോൾ ബ്രസിൽ ബ്രഷ് ഉപയോഗിച്ച് വാഷ് ബേസിന്റെ ഉൾവശം നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. നമുക്ക് മിററൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ സ്പോഞ്ച് ബ്രസിൽ ബ്രഷ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കിടു ലുക്ക് ആയിട്ടുണ്ട്. എന്നെ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോളിഷിങ്ങിന്റെ ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വോൾ ക്ലോത്ത് ബ്രഷ് യൂസ് ചെയ്ത് പോളിഷ് ചെയ്യാവുന്നുണ്ട്. പിന്നെ നമ്മുടെ കിച്ചൺ സ്ലാബിലൊക്കെ ഏറ്റവും കൂടുതൽ അഴുക്കും കാര്യങ്ങളില്ല, അതായത് ഹാർഡായിട്ട് അഴുക്കുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈബർ സ്പോഞ്ച് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ആക്കാം. ഇതൊരു സ്ക്രബ്ബർ പോലത്തെ അതിൻ്റെ നല്ല രീതിക്ക് ക്ലീൻ ആവും. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ തുടർന്ന് കാണാം. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മുടെ അമ്മ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. ഇടമുട്ട തന്നെയാണ് കല്യാണം വരുന്നത്, കൈബുക്കി. അപ്പോൾ നിഖിൽ ചേട്ടൻ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. തിരിച്ചു വരുന്ന വഴി നമ്മളൊരു കടയിൽ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുഡ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 15 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ആരെയും വിളിച്ചിട്ടില്ല. അച്ഛനമ്മമാരെ അവിടെ നിന്നോ കണ്ണച്ചനെ സിജമ്മേനെ അല്ലെങ്കിൽ വലിയമ്മ സംതിങ് അവിടെ ആരെയും വിളിച്ചിട്ടില്ല. ഞങ്ങൾ പിള്ളേഴ്സ് മാത്രമേ ഉള്ളൂ. അഞ്ജുനെ ഏട്ടനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നീതു ചേച്ചി നീൻ ചേച്ചി നാട്ടിലുള്ളതുകൊണ്ട് അവരെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാമിൻ്റെ മോനെ. അപ്പോൾ അവന് ഇന്നും വർക്ക് ഉണ്ട്, ക്രിസ്മസിൻ്റെ ഒക്കെ ആയിട്ടൊക്കെ ലീവ് കൊടുത്തിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അവനും ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഒരു 10 പേരുണ്ടാവും. അപ്പം അമ്മേടെ അതെ 9 10 ഉണ്ട്. ദൈവം എനിക്ക് പനി ഉണ്ടെന്നാണ് അതിന് പറയണതല്ലേ. പനീൻ്റെ മമ്മിക്ക്
ഓക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കേക്കും നിഖിൽ ചേട്ടൻ അമ്മേനെ ആക്കിയിട്ട് വരുന്ന വഴി മേടിക്കും. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ല, ചേച്ചി നീതു ചേച്ചി നീൻ ചേച്ചിക്ക് വിഷ്ണുന്ന് വിളിച്ച കാര്യം അമ്മയ്ക്ക് അറിയില്ല. അഞ്ജു മാഡം വരുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പിന്നെ ചീത്ത അറിയും, എന്തിനാ ആവശ്യമില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിട്ട് ചീത്ത. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ വിചാരിക്കുന്നത്, നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ആയാലും എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യം വന്നാലും നമ്മൾ അത്യാവശ്യം എന്താ പറയുക ഒരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കാറ്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് എന്ന് പറയാനായിട്ട് വേറെ ഒരു എൻജോയ്മെന്റ് ഇല്ല. അമ്മയ്ക്ക് ജോലിക്ക് വരാം, ജോലിക്ക് പോവാ, ആ ഒരു സംഭവം മാത്രം അമ്മനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസോ അല്ലെങ്കിൽ ഒരു സന്തോഷങ്ങളോ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യും കേട്ടാ. ലീലമാമയുടെ ഹാപ്പി ബർത്ത്ഡേ ടു യൂണ്. അല്ലോ ലീലമാമയുടെ ഹാപ്പി ബർത്ത്ഡേ ടു യൂണ്. മിമിയാ മീമീരല്ല, ലീലമ്മാമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ടു യൂണ്. ഓക്കെ, മീമീരൊന്നല്ല അമ്മാമ്മയുടെയാണ്. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യും സർപ്രൈസ് ആയിട്ട്. ഓക്കെ ഓക്കെ. അച്ഛനെ കേക്ക് മേടിക്കാനാ പോയിട്ടുള്ളത് കേട്ടോ. പച്ച കേക്കാ വാങ്ങിക്കണേ കേട്ടോ. അങ്ങനെ നമ്മതേ ഓഡിറ്റോറിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അമ്മേനെ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഫുഡും വാങ്ങിച്ച് നമ്മൾ രാവിലെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഒരു 15 പേർക്ക്. അപ്പോൾ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കേക്ക് സെലക്ട് ചെയ്തപ്പം നട്ടിബിളോ നോട്ടിബിളോ അങ്ങനെ എന്താണല്ലേ കേക്കിൻ്റെ പേര്. അപ്പോൾ ഈ കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഹാപ്പി ബർത്ത്ഡേ ലീനമ്മ എന്ന ചേട്ടനെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, കുറേ നേരം ഇവർ പോയിട്ട് വരണില്ല, കാരണം നല്ല ബ്ലോക്കായത്. അതായത് ബീച്ച് ബസ്സും സംഭവങ്ങളൊക്കെ നടക്കണോണ്ട് തന്നെ പടിഞ്ഞാറ് റോട്ടിക്ക് ഭയങ്കര തിരക്കായിരുന്നു. നിഖിൽ ചേട്ടൻ എത്താൻ ലേറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു നിഖിൽ ചേട്ടൻ എത്തിനേക്കാളും മുന്നായിട്ടും അഞ്ചും അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ എത്തുമെന്ന് വിചാരിച്ചു. അവരോട് ഞാൻ പറഞ്ഞത് ഉച്ചയ്ക്ക് ഉണ്ടാൻ വേണ്ടിയിട്ട് വായു, കാരണം അമ്മ കല്യാണത്തിന് ഓൾറെഡി പോവുമല്ലോ. അപ്പോൾ പിന്നെ ആ സമയത്ത് അമ്മ ഉണ്ടാവില്ല രാവിലെ വന്നിട്ട് കേക്ക് കട്ടാനൊക്കെ. അപ്പോൾ ഒരു 12:30 ആയപ്പോഴാന്ന് തോന്നുന്നുണ്ട് ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ട്. ഹോട്ടല് നീതു നീനവും പിള്ളേർ സെറ്റൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കൂടാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു കാരണം മതി. വായു എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങോട്ടായാലും അവർ ഇങ്ങോട്ടായാലും എത്തോട്ടോ. അതൊരു രസം തന്നെയാണ്. എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിക്കുക, എന്തായാലും എന്ത് കാര്യമായാലും നല്ല നമ്മൾ വരിക, നമ്മുടെ പ്രസൻസ് അറിയിക്കുക, വർത്താനം പറയുക, കളിക്കുക, ചിരിക്കുക. അതൊരു നമ്മൾ ഈ കസിൻസൊക്കെ നാട്ടിലുണ്ടാവണമൊക്കെ ഒരു ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിബ്ലിങ്സ്, ചേച്ചി, അനിയൻ, ചേട്ടൻ, അതൊക്കെ ശരിക്കും ഒരു രസം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നു കൈസ്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കക്കരി ജ്യൂസ് ഇത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മധുരം ലേശം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും മധുരം ഇട്ടുള്ളൂ. അപ്പോൾ നീ ചേച്ചി പറഞ്ഞോണ്ട് ഈ കക്കരിയിൽ കുറച്ചും മധുരം ഇട്ട് ഒരു രസം ഉണ്ടാവില്ല, കുറച്ചും കൂടി തായോന്ന് പറഞ്ഞിട്ടും അതിനെ കുറച്ചും കൂടി മധുരം ഇട്ടിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്ന നമ്മുടെ ശരീരവും മനസ്സും നന്നായി തണുക്കും. എനിക്ക് ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ വന്നേ പിന്നെ കുടിച്ച് എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടി ചെറിയൊരു മയക്കൊക്കെ വരുന്നുണ്ട്. നിവാനി എന്നാണുള്ള പേര്. ഞങ്ങൾ ഇച്ചുന്നും കൺമണിന്നും ഒക്കെ വിളിക്കും. പിന്നെന്താ, അപ്പം അമ്മ വരുന്നേക്കാളും മുന്നേ എല്ലാം ഒക്കെ മുറിച്ച് സെറ്റാക്കാൻ വിചാരിച്ചു. ഇപ്പോൾ 1:15 എല്ലാവർക്കും നല്ല രീതിയിൽ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോഴേ കണ്ട പേരുടെ പാത്രം കഴുകണേക്കാളും ഭേദം നമ്മളെ വീട്ടിൽ വാഴയില നിൽക്കുന്നുണ്ട്. ആ വാഴയില അങ്ങോട്ട് മുറിച്ചാൽ പോരെ. അതെല്ലാം നല്ലൊരു ഐഡിയ. ഇത് വാഴയിലയിൽ നിറച്ചൊഴുക്കായിരുന്നു. നിഖിൽ ചേട്ടൻ തന്നെ കഴുകി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാഴയില മുറിച്ചോളാൻ പറഞ്ഞു. അങ്ങനത്തെ അഞ്ചു എത്തിയിട്ടുണ്ട്. അഞ്ചും രാവിലെ എവിടേക്കോ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തെലീനമ്മയ്ക്കുള്ള ഒരു ചുരിദാറും കൂടി എടുത്തിട്ടാണ് വരുന്നത്. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇവരെല്ലാവരും എത്തിയിട്ടും അമ്മ എത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചു അമ്മ പെട്ടെന്ന് വരുന്ന വിചാരിച്ചു. പക്ഷെ അമ്മ ഇതേ പറഞ്ഞ ബ്ലോക്കിൽ പെട്ടോടെ. അതെന്തായാലും നന്നായി. അമ്മ വരുമ്പോൾ പാൽക്കാരൻ അതിനും ഇങ്ങോട്ട് വാ കേറ്. എടാ അല്ലു ഇങ്ങോട്ട്. ഒരാഴ്ച കണ്ടപ്പത്തിനും അമ്പലപ്പറമ്പിൽ നല്ല. അങ്ങനെ നമ്മുടെ വീട് നിറഞ്ഞു ഗൈസ്. പിള്ളേരെ കൊണ്ടും വലിയ ആൾക്കാരെ കൊണ്ടും നിറഞ്ഞു. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നിറയാറുണ്ട്. പൂയൊക്കെ വരുമ്പോഴൊക്കെ ആയാലും അത്രേ ഉള്ളൂ. പിന്നെ പറയാനായിട്ട് ഞാനും നിഖിൽ ചേട്ടനും വീട്ടിലേക്ക് വരും, അത്രേ ഉള്ളൂ ഇവിടെ. അപ്പം നമ്മുടെ കുഞ്ഞു വീടായതുകൊണ്ട് തന്നെ കുറേ പേര് വരുമ്പോൾ എല്ലാ മുറിയിലും ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ രസം തന്നെയാണല്ലേ. അതൊരു ഉള്ള സ്ഥലത്ത് ഇരിക്കുക, ഉള്ളതുപോലെ ചെയ്യുക, അതൊക്കെ ഒരു
രസമാണ്. നമ്മുടെ ഒരു പണ്ടത്തെ പഴയ ഓർമ്മകൾക്ക്. ആദ്യം ഞങ്ങൾ വീട് ഓടും വീടായിരുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാവരും വരുമ്പോഴുള്ള സ്ഥലത്ത് ഇരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, ആ സംഭവങ്ങളൊക്കെ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ ഇതേ ചേട്ടന്മാരൊക്കെ ഇതേ പുറത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതേ കക്കരി ജ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അമ്മയും കൂടിയും വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കുക. ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഫുഡ് കഴിച്ചാലോ, പിന്നെ അതിലൊരു ഗുമ്മുണ്ടാവില്ല. അപ്പോൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. അമ്മ എത്തിയിട്ടുണ്ട്. ഇല്ല മനസ്സിലായില്ല. ഹാപ്പി ബർത്ത്ഡേ പറയാം നമുക്ക്. ആ ഇന്നടേ അപ്പം അമ്മ ചോദിച്ചു എല്ലാവരോടും എന്താ മക്കളെ എവിടെയും ചോദിച്ചപ്പോൾ പറയാം വെറുതെ മേമ വെറുതെ വന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്തായാലും അമ്മയ്ക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ എന്തായാലും വെറുതെ വരില്ല, ഞാൻ വിളിച്ചിട്ടായിരിക്കും വരാതെ. പിന്നെ ഈ ഒരു സമയത്ത് വരുമ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ലേ എന്നും പറയട്ടെ ഗൈസ്. അപ്പം നീൽച്ചേട്ടൻ്റെ ഇല കൊണ്ടുപോകാൻ ഇല കഴുകിക്കൊണ്ട് പോകാൻ പോവാണ്. ഇനി നമുക്ക് എന്തായാലും കേക്ക് കട്ടിങ് എന്ന ചടങ്ങിലേക്ക് നടക്കാം. കാരണം ഉണ്ണികൾക്കും ഞങ്ങൾക്കൊക്കെ വിശന്നു. പിന്നെ ബിരിയാണിയാണ് ഉള്ളിലിരിക്കുന്നത്. അത് ഫുഡ് വില്ലേജത്തെ ബിരിയാണി അടിപൊളിയാണ്. അതുകൊണ്ട് കുറച്ചും കൂടി എല്ലാവർക്കും വിശപ്പ് കൂടുതലായിരിക്കും. എന്തായാലും കേക്കൊക്കെ എടുത്ത് വെക്കട്ടെ, വേഗം കട്ട് ചെയ്യാം. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുകയാണെന്ന്. അപ്പം ആ സന്തോഷം ഉള്ളിൽ നിൽക്കുകയാണ് കേട്ടോ. പോട്ടെ പൊന്നെ പോട്ടെ. കേക്ക് കട്ടേവാ നമ്മുടെ പിള്ളേർക്ക് ഈ ബർത്ത്ഡേ ഈ കേക്കില്ലേ ക്രീം കേക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ പ്ലം കേക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവർ കുറച്ചല്ലേ അപൂർവമായ സാധനങ്ങൾ മാത്രമാണ് ഇങ്ങനെ ആക്രാന്തം പിടിച്ച് തിന്നണ കാണാം. അപ്പം ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ കഴിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തിന്നാൻ പാടില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, അത് ഇഷ്ടപ്പെടാത്ത കിട്ടാതെ. അപ്പോൾ അത് ലേസൊക്കെ കിട്ടുമ്പോൾ ഒക്കെ ഭയങ്കര അങ്ങനെ തന്നെ എന്താ പറയുക ആ പാക്കറ്റോടുകൂടി കമ്മത്തണത് ഞാൻ കാണാറുണ്ട്. ഞാൻ അറിഞ്ഞില്ല. ഇതന്നെയാണോ? ഫുഡോ നടക്കുമ്പോൾ അപ്പം എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു. അപ്പം ഞാൻ വാങ്ങിയത് ഒരു കമ്മലാണ്. എൻ്റെ ഷോർട്സ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞതിനൊക്കെ ശേഷമാട്ടോ ഞാൻ ആ ഷോർട്സ് ഇട്ടത് തന്നെ. അപ്പം ഞാൻ എന്തായാലും ആ ഗിഫ്റ്റ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കട്ടെ ഗൈസ്. അമ്മ ഇവിടെ ചുറ്റിപ്പതിഞ്ഞ് നടക്കുന്നുണ്ട്, കാരണം എൻ്റേതായിട്ടൊന്നും കിട്ടിയിട്ടില്ല അമ്മയ്ക്ക്. അറിഞ്ഞില്ല. എന്തായാലും അതൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത് കൊടുത്തപ്പോൾ. ഐ ആം പ്രൗഡ് ഓഫ് യു, ഐ ആം പ്രൗഡ് ഓഫ് യു. ആരും പറഞ്ഞില്ലെങ്കിലും ഐ ആം പ്രൗഡ് ഓഫ് യു. അതേപോലെ തന്നെ അമ്മയ്ക്കും അതൊരു എന്താ പറയുക, അമ്മമാർക്കും അതൊരു സന്തോഷമായെന്ന് വിചാരിക്കുന്നു.
പിന്നെന്താ അപ്പോൾ പിള്ളേർക്ക് ഓരോ പാത്രത്തിൽ എന്താ കേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ചോറ് കഴിക്കുന്ന ഇനി നോക്കണ്ട, കാരണം ആവശ്യത്തിലധികം ഈ ക്രീം കേക്ക് കയറ്റിയിട്ടുള്ളതുകൊണ്ട് ചോറ് കഴിക്കൽ കുറച്ച് കുറവായിരിക്കും. പിന്നെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് വലിയ താല്പര്യം, ഞാൻ എല്ലാ വീഡിയോസിലും പറയണ്ടല്ലോ, വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ജബ്ബോറടിക്കില്ലേ. പിന്നെ ആരൊക്കെ ഇതിൽ കേക്ക് കഴിച്ചു, നീൻ ചേച്ചി കഴിച്ചു, അഞ്ജുവിന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് എടുക്കട്ടെ. ഫുഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതേ പാക്ക് ചെയ്ത് വെച്ച ബോക്സ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. പാത്രം എടുക്കുക, ചുടാന്ന് കഴിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരെയും അവിടെ ചെയറിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ചേട്ടന്മാർ ഇരിക്കട്ടെ, നിഷാദേട്ടൻ, ഏട്ടൻ, പിള്ളേർ സെറ്റൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരോട് ആദ്യം ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം ഞങ്ങൾക്ക് ഈ കുഞ്ഞുമക്കൾക്ക് വാരി കൊടുക്കാമല്ലോ. ഇവാനിക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവാനിക്ക് ഓൾറെഡി ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഉരുളക്കിഴങ്ങ് മത്തങ്ങ ഇട്ടിട്ട് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏത് സിനിമ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവമേ? ഇത് കുമ്പളങ്ങി നൈറ്റ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പടമല്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ലൊരു കണ്ടിരിക്കാൻ പറ്റുന്ന അടിപൊളി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ അവരൊക്കെ കഴിച്ചു. ഉണ്ണികൾക്കൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വാരി കഴിച്ചു. പിന്നെ ഞാൻ വാരി കൊടുത്തതിന് കുറച്ച് കഴിച്ചു. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ചു. പക്ഷേ നല്ല ബിരിയാണി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ മിനിമം 2 രൂപ നമുക്ക്. അപ്പോൾ ചേച്ചിമാരൊക്കെയാണ് സെർവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ നീതി ചേച്ചി, നീൻ ചേച്ചിയും അമ്മാമ്മതേ നികിച്ചാട്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ 3 പേര് ഇപ്പോഴത്തൊന്നും മേടിക്കും ലക്ഷണമില്ല, നന്നായി ആസ്വദിച്ച് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ബീച്ച് ഫെസ്റ്റിൽ പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞുള്ള ടൈമായിരുന്നില്ല. ഉണ്ണികൾക്കൊക്കെ വയ്യാണ്ടാവോ എന്ന് വിചാരിച്ച് സിനിമയ്ക്ക് പോലെ സിനിമ നോക്കിയപ്പോൾ സർവ്വമായ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളും കഴിച്ചപ്പോഴേക്കും ആ സമയമായപ്പോഴേക്കും വിശപ്പ് കൂടി, അതുകൊണ്ട് തിന്നാനും പറ്റില്ല. അതായത് വിശപ്പ് കെടുന്നു പറയില്ലേ, എന്നാലും തിന്നോ. ബിരിയാണി ഇല്ലേ? പക്ഷെ അഞ്ജുവിനാണ് ബിരിയാണി അത്ര വലിയ താല്പര്യമില്ല, അവൾക്ക് സദ്യയോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അമ്മയാണെങ്കിൽ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കഴിച്ചു നോക്കുകയാണ്. അപ്പം അഞ്ജുവിൻ്റെ ഗിഫ്റ്റ് ഇതായിട്ട് ഈ ചുരിദാർ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അമ്മനോട് പറയുന്നു, അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ എനിക്ക് തന്നോളൂ, എനിക്ക് തോന്നുന്നു എനിക്കാണ് ഇട്ടിട്ട് കൂടുതൽ ഭംഗിയും തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് നൈസായിട്ട് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോൾ അഞ്ചു പോയി. പിന്നെ ചേച്ചിമാരൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല, അതിന് ചെറിയൊരു ഇതുണ്ട്, ചെറിയൊരു ചോപ്പ് ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് അവനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.